വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? പ്രഗ്നൻസി പ്രതീക്ഷിക്കാതെ പീരിയഡ്സ് മാത്രം പ്രതീക്ഷിച്ചിരുന്ന ഒരു കുട്ടിക്ക് നേരെ വിപരീതമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. നമ്മൾ പ്രഗ്നൻസിയുടേതാണെന്ന് വിചാരിക്കുന്ന പല ലക്ഷണങ്ങളും ചിലപ്പോൾ പീരിയഡ്സിൻ്റെ ആകാം. നേരെ മറിച്ച് നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ പീരിയഡ്സിൻ്റെ പോലുള്ള ബ്ലീഡിങ് വരാതെ ഒരിക്കലും നിങ്ങൾ ഉണ്ടാകുന്നത് പീരിയഡ്സ് ആണ് എന്ന് കൺഫേം ചെയ്ത് ഇരിക്കരുത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നുകൂടി ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പീരിയഡ്സ് വരുന്ന സമയത്ത് ഉണ്ടാകുന്നതും അതേപോലെ തന്നെ മാച്ച് ആയിട്ടുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് പീരിയഡ്സ് വരാൻ പോകുന്നതിന്റെ 9 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. പീരിയഡ്സ് വരാൻ പോകുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുമെന്നോ വിഷമം ഉണ്ടാവുമെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈവ് സെഷൻ നടക്കുന്നുണ്ട്. 11 o'clock ശേഷം, അതായത് രാവിലെ 11 മണിക്ക് ശേഷം ഏത് സമയത്താണ് ലൈവ് വരുന്നതെന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ററാക്ഷൻ നടത്താം കേട്ടോ. പീരിയഡ്സ് ആകാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആർത്തവം വരാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ. ഏകദേശം നമുക്ക് പീരിയഡ്സ് ആകാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് പീരിയഡ്സ് ആകുന്നത് അതിനേക്കാൾ ഒരു 3-4 ദിവസമൊക്കെ മുൻപായിരിക്കും. എന്നാൽ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കുറച്ചൊന്ന് എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നവർക്ക് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരും. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നതാണ് പിമ്പിൾസ് വരിക, മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവുക. ഹോർമോൺ ചേഞ്ചസ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും, അതായത് ആദ്യത്തെ ഫേസിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ആണെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ആണ്. പെട്ടെന്ന് അതിന്റെ ആ ഒരു ബാലൻസിലും ഡിഫറൻസ് വരുമ്പോഴേക്കും പീരിയഡ്സ് വരാൻ പോകുന്നതിന് മുൻപായിട്ട് പലർക്കും പിമ്പിൾസ് ഉണ്ടാകും. രണ്ടാമതായിട്ടുണ്ടാവുന്ന ലക്ഷണമാണ് നമുക്ക് ബ്രസ്റ്റ് ഹെവി ആയിട്ടും ബ്രസ്റ്റിൽ ഭയങ്കര കല്ലപ്പും അനുഭവപ്പെടും. കാരണം പ്രഗ്നന്റ് ആകാനായിട്ട് സ്റ്റൊമക്കും അതുപോലെ തന്നെ യൂട്രസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്രസ്റ്റും പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ചേഞ്ചസും വരുന്നത്. ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. പീരിയഡ്സ് ആവുന്ന സമയത്ത് നമ്മുടെ യൂട്രസിലും ചേഞ്ചസ് ഉണ്ടാകും, അതായത് വേദനയൊക്കെ ഉണ്ടാകും. ബ്രസ്റ്റ് നമുക്ക് തൊടുമ്പോൾ ഉണ്ടാവുന്ന വേദന, കല്ലപ്പൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ പീരിയഡ്സ് ആകാൻ പോകുന്നതിന്റെ സമയത്താണ്. മൂന്നാമതായിട്ടുണ്ടാകുന്ന ലക്ഷണമാണ് ടയേർഡ്നെസ്. അതായത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുക, എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് തോന്നുക, ഒരു ഉഷാറില്ലാത്തത് പോലുള്ള ഒരു അവസ്ഥ പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപ് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുൻപൊക്കെ പലർക്കും ഫീൽ ചെയ്യും. ചിലർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് വേദന. അതായത് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള വേദന തുടങ്ങി പീരിയഡ്സിൽ വന്ന കലാശിച്ച് പിന്നെ ആ വേദന കുറച്ചും കൂടെ കൂടും, ദെൻ അത് ഡൗൺ ആയി പോകും, ബ്ലീഡിങ് കുറയും. അങ്ങനെയാണ് ചിലർക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ ആ ഒരു യൂട്രസ് ഒന്ന് കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദനകളൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അടുത്തൊരു ലക്ഷണമാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഡയറിയയോ ഉണ്ടാവുക. അതായത് വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പീരിയഡ്സ് ആകാൻ പോകുന്നതിന് കുറച്ച് ദിവസം മുൻപൊക്കെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് വയറ്റിന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, മലബന്ധം അനുഭവപ്പെടും. അതിനുശേഷം പീരിയഡ്സിന്റെ ഒരു 2nd അല്ലെങ്കിൽ 3rd ഡേ ആകുമ്പോഴേക്കും വയറ് ഫുള്ളായിട്ട് ക്ലീൻ ആകും. ലൂസ് മോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ടോ വയറ്റിന് അങ്ങോട്ട് പോയി ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലിയർ ആവുകയാണ് ചെയ്യാറ്. ഇത് പലർക്കും ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസും അതിനോട് ചുറ്റിപ്പറ്റി തന്നെ ഒരു ബ്ലോട്ടിങ്ങും. അതായത് ഗ്യാസ് നമുക്കുണ്ടാവുന്നത് നമ്മൾ പീരിയഡ്സ് ആകാൻ പോകുന്നതിനുള്ള ആ ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഗ്യാസ് കൂടുതൽ വയറ്റിൽ ഫോം ആകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വയറ്റിൽ ഗ്യാസ് വന്ന് തിങ്ങുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് വയറിൽ അസ്വസ്ഥത ഉണ്ടാവുക. അതായത് വയറ് ദഹിക്കാതെ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് അവിടെ വയറിൽ തൊടുമ്പോൾ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുക. ഇതെല്ലാം പീരിയഡ്സ് ആകാൻ പോകുമ്പോഴേക്കും നമുക്ക് അനുഭവപ്പെടും. അടുത്തൊരു ലക്ഷണമാണ് ഹെഡ് ഏക്ക്, അതായത് തലവേദന. ചിലർക്കൊക്കെ ആ ഒരു ഹോർമോൺ ഷിഫ്റ്റ് പെട്ടെന്ന് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് തലവേദന ഉണ്ടാകും, മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ചിലർക്കുണ്ടാകുന്ന പ്രശ്നമാണ് മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, കരച്ചിൽ വരിക, ഒരു കാര്യമില്ലാതെ നിസ്സാര കാര്യത്തിന് വരെ കരഞ്ഞ് ഭയങ്കരമായിട്ട് കണ്ണീര് വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി പോവുക. ഇതെല്ലാം ഈ ഓരോ മൂഡ് സ്വിങ്സും പ്രഗ്നന്റ് ആകുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാം കേട്ടോ.
പിന്നെ ചിലർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലോവർ ബാക്ക് പെയിൻ. നമ്മുടെ ആ ഒരു നടുവിന്റെ ഏറ്റവും അറ്റത്ത് നമുക്ക് വേദന ഫീൽ ചെയ്യുക, നട്ടലിന്റെ ഏറ്റവും അറ്റത്ത് ഫീൽ ചെയ്യുക വേദന. ഇത് പീരിയഡ്സ് ആകാനായിട്ട് ആ ഒരു സിറ്റുവേഷൻ അടുത്തടുത്ത് വരുമ്പോഴേക്കും യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുമല്ലോ, ഇത് എഫക്ട് ആണ്. യൂട്രസ് ആ ഒരു മൊത്തം ആ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ മൊത്തം പുറത്തേക്ക് അങ്ങോട്ട് കളയുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകും. ഇപ്പൊ തൊട്ട് പുറകിൽ, യൂട്രസിന്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന നമ്മുടെ ആ ഒരു ലോവർ ബാക്കിന്റെ ഭാഗത്തും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ 9 ലക്ഷണങ്ങളും കേൾക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും, പീരിയഡ്സിന്റെ ലക്ഷണവും പ്രഗ്നൻസിയുടെ ലക്ഷണവും സെയിം തന്നെയല്ലേന്ന്. അതെ, ഓൾമോസ്റ്റ് പീരിയഡ്സിന്റെ ലക്ഷണവും പ്രഗ്നൻസിയുടെ ലക്ഷണവും സെയിം തന്നെയാണ്. കാരണം ഇത് രണ്ടും നമുക്ക് ഉണ്ടാകുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട്, ഇത് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചേച്ചി എനിക്ക് ലോവർ അബ്ഡമൻ ഭാഗത്ത് വേദന വരുന്നുണ്ട്, ഇത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. കാരണം ഇതിന് രണ്ടിനും നമുക്ക് സിംറ്റംസ് ഉണ്ടാകും, രണ്ടും കളിക്കുന്നത് ഹോർമോൺസ് വെച്ചിട്ടാണ്. അപ്പൊ ഈ രണ്ട് വ്യത്യാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, രണ്ട് മാറ്റങ്ങളും നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളും സെയിം ടു സെയിം തന്നെയായിരിക്കും. ആകെ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ബ്രസ്റ്റിൽ മാത്രമാണ്. കാരണം ബ്രസ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. പീരിയഡ്സിന്റെ സമയത്ത് അങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ബ്രസ്റ്റിൽ നമുക്ക് ആ നിപ്പിളിൽ ചുറ്റുമുള്ള ഏരിയ ബ്ലാക്ക് ആവും, അല്ലെങ്കിൽ നിപ്പിൾ കുറച്ചൊന്ന് ഇജക്റ്റ് ആയി നിൽക്കുന്നത് പോലെ തോന്നും, നിപ്പിളിന്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു ബംസ് ഫോം ചെയ്യും, നിപ്പിളിന്റെ സൈസ് കൂടും. ഇതെല്ലാം നമുക്ക് ഉണ്ടാവുന്നത് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്താണ്. ഇതും വെച്ച് മാത്രമേ നമുക്കൊരു കമ്പാരിസൺ അവിടെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഏറെക്കുറെ മാച്ച് ആയിട്ട് പോകുന്നത് പീരിയഡ്സുമായിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, ചേച്ചി എനിക്ക് പീരിയഡ്സ് ആണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കും. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പീരിയഡ്സിനെയാണ്, പ്രഗ്നൻസിയെ അല്ല. നമ്മളൊരു കാര്യത്തെ കൂടുതലായിട്ട് അങ്ങോട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം കിട്ടും എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു തിയറി നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ലക്ഷണോ അല്ലെങ്കിൽ 2 ലക്ഷണമോ ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇത് പീരിയഡ്സിന്റേതാണെന്ന് വിചാരിച്ച് കൂടുതലായിട്ട് ടെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം ടെൻഷൻ അടിച്ചു, ഓക്കെ കുഴപ്പമില്ല, കാരണം ഒരു ദിവസം നമുക്ക് ടെൻഷനായി, നമ്മുടെ ബോഡി അതിനെ ക്യൂർ ചെയ്ത് മാറ്റി നമ്മൾ ഓക്കെ ആയി. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചങ്ങോട്ട് പോകുന്തോറും പ്രഗ്നൻസിയുടേതാണെങ്കിലും പീരിയഡ്സിന്റേതാണെങ്കിലും ഈ ലക്ഷണങ്ങൾ കൂടി വരികയേ ചെയ്യുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ടെൻഷനായി പോയി കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ അവിടെ കൂടും. സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള സിഗ്നൽ അവിടെ കട്ടായി പോകുന്നു. അങ്ങനെ കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഹോർമോൺസിന്റെയും അതുപോലെ വേണ്ടത്ര ബ്ലഡ് സർക്കുലേഷനും നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് കിട്ടാതെ വരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളുടെ പ്രഗ്നൻസി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്ക് അത് സാരമായിട്ട് തന്നെ ബാധിക്കും. കാരണം ഒരുപാട് നാളുകളുടെ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ പ്രഗ്നന്റ് ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവരുടെ ശരീരത്തിൽ കുറച്ച് വ്യത്യാസം ണ്ട്. അങ്ങനെയുള്ളവർ ഒന്നും കൂടി ശരീരത്തിൽ തളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഗ്നൻസി ആകും. ഈ കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും പീരിയഡ്സിന്റെയും പ്രഗ്നൻസിയുടെ സെയിം ടു സെയിം ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു പീരിയഡ്സ് മിസ് ആകുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ്. ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് പീരിയഡ്സ് മിസ് ആകുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പെക്ടഡ് ഡേറ്റിനേക്കാളും കുറച്ച് ദിവസം നീണ്ടുപോകാം, ഒരുപാട് ദിവസം തള്ളിപ്പോകാം, ചിലർക്ക് വളരെയധികം നേരത്തെയും ആകാം. അങ്ങനെ വരുന്നവരെ എന്താണോ നിങ്ങൾ കഴിഞ്ഞ മാസം പീരിയഡ്സ് ആയത് ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ ഈ മാസം എക്സ്പെക്ട് ചെയ്യുക. then അതിനേക്കാൾ ഒരു 10 ദിവസത്തിന് ശേഷമൊക്കെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിന് ആ ഒരു റിസൾട്ടിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നോക്കുക. ദെൻ അഗെയിൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ട, ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. BHCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ HCG ഹോർമോണിന്റെ വാല്യൂ എത്രത്തോളം ശരീരത്തിലുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിക്കാം, കാരണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അതല്ലാതെ ഓവറായിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇത്രയും നാൾ വരെ നിങ്ങൾ ടെൻഷനായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയോ, ആ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നവര് ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തു, ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം മുതൽ ടെൻഷനാ. അത്രയും വരെ ടെൻഷനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ പ്രഗ്നൻസി കിട്ടിയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അപ്പൊ ഈ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ ടെൻഷൻ മാറ്റി ഒന്നിരുന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അതായത് ഓവുലേഷൻ സമയത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് കൂളായിട്ടിരിക്കുക. എങ്ങനെയാണോ ഹസ്ബൻഡായിട്ട് ഫസ്റ്റ് നൈറ്റ് സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നിങ്ങളുടെ രാത്രികൾ സ്പെൻഡ് ചെയ്തത് അതുപോലെ തന്നെ ഉത്സാഹത്തോടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷമുള്ള സമയങ്ങളിൽ ഇംപ്ലാന്റേഷൻ ഡേയ്സ് ആണല്ലോ ഇതെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അനങ്ങുമ്പോൾ വേദനിക്കാനോ അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ ഒരു കുരു വന്നു കഴിഞ്ഞാൽ വിഷമിക്കാനോ അങ്ങനെ ഒന്നും നിങ്ങൾ നിൽക്കണ്ട കേട്ടോ. ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. കുഞ്ഞിനെ നമുക്ക് വേണം, പക്ഷെ അതിൽ മാത്രം നമ്മൾ ചുറ്റിപ്പറ്റി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഹാപ്പി ആയിട്ടൊരു കുഞ്ഞിനെ നമുക്ക് കൈ കിട്ടില്ല. നമ്മൾ
ഒരുപാട് ടെൻഷൻ ആവേണ്ടി വരും, ഒരുപാട് നമ്മുടെ ബോഡിയെ നമ്മൾ ഡൗൺ ആക്കേണ്ടതായിട്ട് വരും. അതൊന്നും ചെയ്യാതിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.